ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ. ഹുറൂഫുൻ, ചില ഹർഫുകൾ തൻസിബു, നസ്ബ് ചെയ്യും, അൽ ഇസ്മ, ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും, ഫഖത്ത്, ഇസ്മിന് മാത്രം, ഫിഅലിന് ചെയ്യൂല. ഇസ്മിന് മാത്രം നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. ആ ആ അതിന്റെ മുമ്പേ ആ പിന്നെ ആ ശരിച്ചില്ല, പറഞ്ഞില്ലെന്നോ? ഇതാ ഒന്നുകൂടി പറയാലെന്നാ. അപ്പൊ മാ വല അൽ മുഷബ്ബഹത്താനി ബി ലൈസ, ലൈസയോട് സാദൃശ്യപ്പെടുത്തപ്പെട്ടതായ മായും ലായും. ലൈസ എന്നുള്ളത് ഫിയലാണ് കേട്ടാ. അതിനോട് സാദൃശ്യപ്പെടുത്തപ്പെട്ട മാ എന്ന ഹർഫും ലാ എന്ന ഹർഫും രണ്ടിൻ്റെയും അർത്ഥം ഇല്ല എന്നുള്ളതാണ്. ലൈസ എന്നുള്ളതിൻ്റെ അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. നോക്കുക, വമിൻഹ, 100 ആമിലുകളിൽ പെട്ടതാണ്. ഹർഫാനി, 2 ഹർഫുകൾ. തർഫാനി, ഈ 2 ഹർഫുകളും റഫ് ചെയ്യും. അലിസ്മ, ഇസ്മിനിക്ക്. തൻസിബാനി, ഈ 2 ഹർഫുകളും നസ്ബ് ചെയ്യും. അൽ ഖബറ, ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യുന്ന 2 ഹർഫുകൾ. വഹുമ, അവ രണ്ടും ഏതാണ്? മാ, ഒന്ന് മായാണ്, വല ലായുമാണ്. അന്നാഫിയത്താനി, നഫിയ ചെയ്യുന്ന, നെഗറ്റീവ് ആക്കുന്ന. അപ്പോഴല്ലേ ലൈസന്റെ സാദൃശ്യം ഉണ്ടാവുള്ളൂ. ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പോൾ അതിനോട് സാദൃശ്യമാക്കപ്പെടുന്ന ഹർഫാണ് ഇവകൾ. ഈ ഹർഫുകളും എന്ത് ചെയ്യും? ലൈസന്റെ പണി ചെയ്യും. ലൈസന്റെ പണി എന്താണ്? ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യുക. ഇന്നന്റെ നേരത്തെ മുമ്പ് പറഞ്ഞ ഇന്നന്റെ നേരെ ഓപ്പോസിറ്റ് പണി. നഹ്വേതുപോലെ നോക്ക് നിങ്ങൾ. മാ കുല്ലു മാ യൽമഉ ദഹബൻ, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത് പറഞ്ഞതാണല്ലോ അല്ലേ? പെട്ടെന്ന് പറഞ്ഞു പോയതായിരിക്കും. ആ മാ കുല്ലു, അവിടെ കുല്ലു എന്ന് കണ്ടെങ്കിൽ മാ എന്നുള്ളത് ഹർഫ്, കുല്ലു എന്നുള്ളത് അതിന്റെ ഇസ്മ. ഇസ്മിനിക്ക് റഫ് കൊടുത്തു, ലു ലമ്മ കൊണ്ട് റഫ് കൊടുത്തു. കുല്ലുമായൽ മഴ, മിന്നുന്നതെല്ലാം, തിളങ്ങുന്നതെല്ലാം. ദഹബൻ, കണ്ടോ? നെസ്ബ് കൊടുത്തു. ദഹബൻ എന്തല്ല? പൊന്നല്ല. അപ്പൊ ദഹബൻ എന്നുള്ളത് നെസ്ബ് കൊടുത്തു, ഫത്തഹത്തോണ്ട് നെസ്ബ് കൊടുത്തു. കുല്ലു എന്നുള്ളത് എനിക്ക് അത് ഇസ്മാണ്, മാ എന്നുള്ളതിന്റെ ഇസ്മാണ്. ഇസ്മിനിക്ക് റഫ് കൊടുത്തു. മാ എന്നുള്ള രണ്ടാമത്തെ മാ എന്നുള്ളത് മുലാഫിലേഹിയാണ്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, അത് മുലാഫിന്റെ അവിടെ പറയും. അപ്പൊ മാ കുല്ലു എന്നുള്ളടത്ത് നമ്മൾ കുല്ലു എന്നുള്ളതിന് ലമ്മത്ത് കൊണ്ട് റഫ് കൊടുത്തു. ദഹബൻ, പൊന്നല്ല. വലാ മുജ്തഹിദുൻ, കഠിനാധ്വാനം ചെയ്യുന്നവൻ. റാസിബൻ, പരാജയപ്പെടുകയില്ല. കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളും പരാജയപ്പെടുകയില്ല. അപ്പൊ അവിടെ നോക്കുങ്ങള്, മുജ്തഹിദുൻ റഫ്, ലമ്മത്തുകൊണ്ട് റഫ് കൊടുത്തു. റാസിബൻ, ഫതഹത്തുകൊണ്ട് നസ്ബ് കൊടുത്തു. അപ്പൊ ഇത് ഈ മാന്റെയും ലാന്റെയും പ്രത്യേകതയാണ്. മാ എന്നുള്ളതും ലാ എന്നുള്ളതും എങ്ങനത്തെ എല്ലാ മായും ലായും അല്ല, ലൈസയോട് സാദൃശ്യപ്പെടുത്തപ്പെട്ടതായ മായും ലായും ലൈസയുടെ അമല് ചെയ്യുന്നതാണ്, പണിയെടുക്കുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ റാഫിക്ക? ആ ആ അതായത് അതിന്റെ ഓപ്പോസിറ്റ്. ആ അതായത് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ നോക്കി നിങ്ങൾ, ഇന്നനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കണ്ടോ? ഞാൻ അടയാളപ്പെടുത്താം. ഇവിടെ നോക്ക്, ഇന്നൽ ഖുർആന, തീർച്ചയായും ഖുർആൻ. അവിടെ ഇന്ന എന്നുള്ളതിന്റെ പണി നോക്ക് നിങ്ങൾ. എന്താ പണി ഉണ്ടായത്? അൽ ഖുർആന നസ്ബ് ചെയ്തു ഇസ്മിനിക്ക്. ദുസ്തൂറു എന്നത് ഖബറാണ്. അപ്പൊ ഇന്ന ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്തു, ഇന്ന വന്നതുകൊണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അറബി എങ്ങനെ അതിൻ്റെ അവസാനം നമ്മൾ മാറ്റം വരുന്നത് എങ്ങനെ വായിക്കും,
അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക, ആ മാറ്റങ്ങൾ കൊടുക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണെന്ന ചർച്ച. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞു ജെറ് ചെയ്യുന്നത്, ഇസ്മിനിക്ക് ജെറ് ചെയ്യുന്നത്, അതൊരു 19 അക്ഷരം നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് രണ്ടെണ്ണത്തിന് അമല് ചെയ്യും, ഇസ്മിനിക്കും ഖബറിനിക്കും അമല് ചെയ്യും. അതാണ് ഇന്ന. ഇന്ന ഇന്നൻ്റെ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ഇന്നൽ ഖുർആന ആണോ, ഖുർആന. ദുസ്തൂറു അതിൻ്റെ ഖബറാണ് ദുസ്തൂറു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്തു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് നസ്ബാണ്, പിന്നെ റഫ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട മായും ലായും ചെയ്യുന്നത്. കേട്ടോ, മാ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ വരുന്ന ഉദാഹരണത്തിന് നോക്ക് നിങ്ങൾ. ആദ്യത്തെ അതായത് ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണ് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ലാ എന്നുള്ളത് ലാ മുജുത്തഹിദുൻ റാസിബൻ. ഇവിടെ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മായും ലായും ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഇത് ഏത് മായും ലായുമാണ്? ലൈസ എന്ന ഫിഇലിനോട് സാദൃശ്യപ്പെടുത്തപ്പെട്ട ഹർഫുകളാണ്. ഈ രണ്ട് ഹർഫുകളും ആമിലുകളാണ്. ഇതിൻ്റെ പണി എന്താണ്? ലൈസ എടുക്കുന്ന പണി ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യുക എന്ന പണിയാണ് ഈ മായും ലായും എടുക്കുന്നത്. ഓക്കെ ആണോ? അല്ല, കാനാവാഹവാത്ത് എണ്ണാത്തത് ഇത് ഹർഫാണ്. കാന ഫീലാണ്. കാനയും കാനൻ്റെ സഹോദരിമാരും ഫീലാണ്. അപ്പോൾ അത് ഫീല് എന്നുള്ള ആമിലുകൾ കൂട്ടത്തിൽ അതെണ്ണു. ഇത് ഹർഫ് എന്നുള്ള ആമിലുകളുടെ കൂട്ടത്തിൽ ഇതെണ്ണ. ഓക്കെ ആണോ സോയിൽ സാറ്? ഇല്ലാന്ന് തന്നെ അർത്ഥം. ആ അർത്ഥം തന്നെ ഇവിടെയും വരും. പക്ഷെ ലൈസ ഫീലാണ്, മാ അതുപോലെ ലാ എന്നുള്ളത് ഹർഫാണ്. ഓക്കെ സോയിൽ സാറ്? അല്ല, എല്ലാ മായും ലായും അല്ല. മുലാരിന്റെ അതെ 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 മാഫഅല. അതെ അതെ. ചിലതിന് ഇസ്മായിട്ട് മാ വരും കേട്ടോ. നെഹിന്റെ ഒരു ലാ വരും, ലാ തഫ്അൽ. നമ്മൾ മീസാനിൽ അത് ഇസ്മായിട്ട് വരികയാണ്. അതന്നെ. എന്താണ് പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ അതന്നെ ആ സംഗതി. അപ്പൊ ഇവിടെ ഇല്ലല്ല, അത് പെടില്ല. അത് ഇതിൽ പെടില്ല, അത് ഇസ്മാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഐറ്റം ആമിലുകളാണുള്ളത്. അതിലിപ്പോൾ ഹർഫ് എന്നുള്ള വിഭാഗം ആമിലുകളാണ് നമ്മളിപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇസ്മ എന്നുള്ള വിഭാഗം ആമിലുകൾ വരും. കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ഫിഇൽ എന്നുള്ള വിഭാഗം ആമിലും കൂടി വരും. അപ്പോൾ ഇസ്മ എന്നുള്ള ആമിലും ഉണ്ട്, ഫിഇൽ എന്നുള്ള ആമിലും ഉണ്ട്, ഹർഫ് എന്നുള്ള ആമിലും ഉണ്ട്. നമ്മളിപ്പോൾ ഹർഫ് എന്നുള്ള ആമിലുകളെ കുറിച്ചാണ് ചർച്ച. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? റഷീദ് ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഈ ആമിൽ കഴിയുന്ന കൂട്ടത്തിലേ കുറച്ചും കൂടി എത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ തിരിയണം. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വായിക്കണ്, ഇവിടെ എന്തുകൊണ്ടാണ് നെസ്ബ് വായിക്കണ്, ഇവിടെ എന്താ ഫത്ഹ് വായിക്കണ്, ഇവിടെ എന്താണ് കസ്ർ വായിക്കണ്, ഇവിടെ എന്താ ജസ്മ് ചെയ്യണേ എന്നൊക്കെ നമുക്ക് തിരിയണം. അത് കൊടുക്കണ ആ തിരിച്ചു തരുന്ന ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ മൗലിദ് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൻത ശംസുൻ അൻത ബദുറുൻ അൻത നൂറുൻ ഫൗഖ നൂർ അൻത ഇക്സീറുൻ വഗാലി അൻത മിസ്ബാഹു സുദൂർ അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദു
ബൽ വ അസ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. യാ സയ്യിദി, യാ അബ്ദല്ലാഹ്, അങ്ങനെ വിളിക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ യാ അബ്ദല്ലാഹ്. അപ്പോൾ ആ അബ്ദ എന്നുള്ളതിനിക്ക് നസ്ബ് ചെയ്തത് യാ എന്ന ആമിലാണ്. അത്തരം നസ്ബ് ചെയ്യുന്ന ആമിലുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ഇസ്മിനിക്ക് മാത്രം, ഇവ ഇനി പറയാൻ പോകുന്ന ഹർഫുകൾ ഇസ്മിന് മാത്രം നസ്ബ് ചെയ്യും, ഫീലുകൾക്ക് ചെയ്യൂല, ഹർഫിനും ചെയ്യൂല. ഇതിനെക്കുറിച്ചാണ് പറയാം. നോക്ക്, ഇവിടെ ഉദാഹരണത്തിൽ ഞാൻ ഉദാഹരണങ്ങൾ ആദ്യം പറയാം. ജലസ്തു, ഞാൻ ഇരുന്നു. വലൗ അൽ ഖമരി, ചന്ദ്രൻ്റെ പ്രകാശത്തിനോട് ഒപ്പം ഇരുന്നു. അതായത് നിലാവ് വെളിച്ചത്ത് ഞാൻ ഇരുന്നു, ചന്ദ്രൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആ സമയത്ത് ഞാൻ ഇരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ വ എന്നൊരക്ഷരം, ലൗ ആ എന്ന ലൗ ആ ഹംസക്ക് ഫത്ഹാണ്, നസ്ബാണ്. ആ നസ്ബ് കൊടുത്തത് ഈ വ എന്ന അക്ഷരം. കൂടെ എന്നാണ് അതിനർത്ഥം. അതിന് മയ്യത്തിന്റെ വാവ്, കൂടെ എന്നർത്ഥം വരുന്ന വാവ് എന്ന് അതിന് പറയാം. അപ്പൊ ചന്ദ്രന്റെ വെളിച്ചത്തിലൂടെ, ചന്ദ്രന്റെ വെളിച്ചത്തിനൊപ്പം ഞാനും ഇരുന്നു. അപ്പൊ നല്ല നിലാ വെളിച്ചത്ത് ഞാൻ ഇരുന്നു. ഇവിടെ നോക്കുക, നിങ്ങൾ അടുത്ത ഉദാഹരണം നോക്കി. ഹലറൽ ജമീഉ, എല്ലാവരും വന്നു. ഫിൽ ഹഫ്ലത്തി, സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുത്തു. ഇല്ലൽ വസീറ, മന്ത്രി ഒഴികെ. ഇല്ല എന്നൊരക്ഷരം വന്നപ്പോൾ, ഇല്ല എന്ന ഹർഫ് വന്നപ്പോൾ അൽ വസീറ അതിലേക്ക് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു, അൽ വസീറ. അടുത്തത് തആൽ ഹുനാ യാ സ്വദീഖ ഹയാത്തി. തആൽ, വരൂ. ഹുന, ഇവിടെ വരൂ. യാ സ്വദീഖ ഹയാത്തി, എൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടുകാരാ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തേ, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടേ. അപ്പം യാ സ്വദീഖ ഹയാത്തി, യാ സ്വദീഖ് എന്നുള്ളതിലേക്ക് ഫതഹത്ത് കൊണ്ട് നസ്ബ് കൊടുത്തത് യാ എന്ന ആമിലാണ്. അടുത്തത് അയാ, അയാ റസൂലല്ലാഹ്. ഉദാഹരണം നോക്ക് നിങ്ങൾ. അയാ റസൂലല്ലാഹി, അല്ലാഹുവിൻ്റെ റസൂലേ. ഇന്നി ഉഹിബ്ബുക, ഞാൻ അങ്ങയെ ഇഷ്ടം വെക്കുന്നു നബിയേ. അപ്പോൾ അയാ റസൂലല്ലാഹി. അടുത്തത് ഹയാ, അതുപോലെ തന്നെ ഹയാ സാഹിബൽ ഖൈരി, നന്മ പ്രവർത്തിക്കുന്നവനെ, അവനെ വിളിക്കണം, നന്മ പ്രവർത്തിക്കുന്നവനെ. അക്ബിൽ, നീ മുന്നോട്ട് വരൂ. ഹയാ. ഐ, ഐ എന്നുള്ളത് അവൻ തന്നെ. ഐ റബ്ബസ്സമാവാത്ത്, റബ്ബാന്നാണ്. റബ്ബു, റബ്ബ, റബ്ബി, അങ്ങനെയൊക്കെ മാറ്റം വരുന്ന പദമാണ് റബ്ബ് എന്നുള്ളത്. അപ്പൊ റബ്ബ, ആ റബ്ബ് എന്നുള്ളതിലേക്ക് നസ്ബ് ചെയ്തത് ഐ എന്ന അക്ഷരമാണ്. റബ്ബസ്സമാവാത്തി, ആകാശങ്ങളുടെ രക്ഷിതാവേ. മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതെല്ലാം വെറുതെ പടച്ചതല്ല. അടുത്തത് അലിഫ്, ഫത്ത് വെക്കപ്പെട്ട അലിഫ്. ഈ ബൈത്താട്ടത്, അതിൽ ഒറ്റ വാക്ക് നോക്കുക. അബ്ദൻ, അടിമയെ. അബ്ദൻ, അബ്ദ് എന്നുള്ളതിലേക്ക് ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തത് ഈ ഹംസയാണ്, അലിഫാണ്, ഫത്ത് വെക്കപ്പെട്ട അലിഫാണ്. ഇങ്ങനെ 7 അക്ഷരങ്ങൾ ശേഷമുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. അപ്പോൾ 19 6 2 7 34 ആമിലുകളായി. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന് വാവ്, രണ്ടാമത്തത് ഇല്ല, മൂന്നാമത്തത് യാ, നാലാമത്തത് അയാ, അഞ്ചാമത്തത് ഹയാ, ആറാമത്തത് ഐ, ഏഴാമത്തത് അ, അലിഫുൽ മഫ്തൂഹ എന്ന് പറഞ്ഞാൽ അ.
ഇങ്ങനെയുള്ള 7 ഇസ്മിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യാ സയ്യിദി എന്ന് അങ്ങനെ തന്നെ സുൽത്താനെ വിളിക്കാണ്. അത് പിന്നെ യാ സയ്യിദി എന്ന് പറയുന്നിടത്ത് എന്താ പറയുക നിങ്ങള്, അത് എൻ്റെ നേതാവേ എന്നുള്ള ഒരു മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ സയ്യിദി എന്ന് പറഞ്ഞതാണ്, എൻ്റെ നേതാവേ. പിന്നെ ആ തങ്ങളെ തന്നെ വിളിക്കുന്നത് ഖൈറൻ നബി, നബിമാരിൽ വെച്ച് ഏറ്റവും ഉത്തമരായവരെ, അവിടെ യാ എന്നുള്ളത് കളയപ്പെട്ടു എന്നാ പറയാം. യാ ഖൈറൻ നബി, യാ ഖൈറൻ നബി. അപ്പോൾ ഖൈറ എന്നുള്ളത് നസ്ബ് ചെയ്തു, അന്നബി എന്നുള്ളത് മുലാഫിലെയാണ്. ഇവിടെ അങ്ങനെ തന്നെ വിളിക്കുകയാണ് റസൂലുള്ളാഹിനെ. അപ്പൊ ഇത്തരം വിളിക്കുന്ന സ്ഥലത്താണെങ്കിൽ, അതെ അതെ, വിളിക്കുന്ന സ്ഥലം എത്ര ഇസ്മ എന്ന് പറഞ്ഞാല് ഇപ്പൊ യാ സയ്യിദി യാ ഖൈറൻ നബി എന്ന് പറയുമ്പോൾ ബൈത്തിനൊരു ചൊർക്ക് കുറവുണ്ടല്ലോ, അപ്പൊ യാ എന്നുള്ളത് കളയപ്പെട്ടതാണ്. പിന്നെ അതിന് സിഫത്തൊക്കെ ആകുമ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സിഫത്താവുമ്പോഴും വേറെ രൂപത്തിലും വരും. ഇപ്പോ ജാഅനി റജുലുൻ കരീമുൻ, നമ്മൾ ജാഅനി എൻ്റെ അടുക്കൽ വന്നു, റജുലുൻ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ വന്നു, കരീമുൻ കരീമായ ഒരു പുരുഷൻ. അപ്പം അതേപോലെ ഒരു സിഫത്തായിട്ട് അഡ്ജക്റ്റീവായിട്ടും മറ്റേത് വരാം. നബിമാരിൽ വെച്ച് ഉത്തമരായ എൻ്റെ നേതാവേ, അങ്ങനെയും വരാം. ഈ പറയപ്പെടുന്ന 7 അക്ഷരങ്ങൾക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്മുകൾ വരികയാണെങ്കിൽ ആ എനിക്ക് ഈ പറയപ്പെടുന്ന അക്ഷരങ്ങൾ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യുന്നതാണ്. ഓക്കെ, എവിടെ നമ്മുടെ ഷമീർ ഭായ്, എവിടെ അഫ്സൽ, ഷാഫി, ഷമീർ അലി, ഫാറൂഖ് ഭായ്, അത് പഠിച്ചാൽ മതി, കാണാതെ പഠിക്കന്നെ ഈ ആമിലുകളുടെ പേര്. അപ്പൊ നമ്മളിങ്ങനെ കാണും, യാ അബ്ദല്ലാ, ഇതിൽ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ കേട്ടില്ല നിങ്ങൾ, യാ അബ്ദല്ലാ ഇബ്ന അമത്തില്ല, യാ റസൂലല്ലാ, അങ്ങനെയൊക്കെ പറയും. വായിക്കാം. വമിൻഹ 100 ആമിലുകളിൽപ്പെട്ടതാണ് ഹുറൂഫുൻ ചില ഹർഫുകൾ, തൻസിബു അവകൾ നസ്ബ് ചെയ്യും, അൽ ഇസ്മ ഇസ്മിനിക്ക്, ഫഖത്ത് ഇസ്മിന് മാത്രം നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. വഹിയ സബ്അത്തുൻ, അത് 7 അത് 7 ഒന്നേതാണ്? അൽ വാവ്, ഒന്ന് വാവാണ്. യുഖാലു ലഹ, ഈ വാവിന് പറയപ്പെടും വാവുൽ മഇയ്യത്ത്, മഇയ്യത്തിന്റെ വാവ്, ഒപ്പമുള്ള വാവ് എന്ന് പറയപ്പെടും. ഏതുപോലെ അല്ലല്ല, മഇയ്യത്തിന്റെ വാവ് എന്ന് പറഞ്ഞാല് കൂടെ എന്നർത്ഥം വരുന്ന ഒരു വാവുണ്ട്. മഫ്ഊല് മഅഹു എന്ന് പറഞ്ഞിട്ടൊരു മഫ്ഊല് വരും, ആ വാവാണ് മഫ്ഊലു മഅഹു, ആ വാവാണ് കേട്ടോ. അത് നമ്മൾ ശേഷം വരും. ഇപ്പം നമ്മൾ മഇയ്യത്തിന്റെ വാവ്, മഅ എന്നതിന് വിത്ത് എന്ന് ഇംഗ്ലീഷ് പറയാം, വിത്ത് എന്നതിൻ്റെ അർത്ഥമുള്ള വാവ്, കൂടെ, ഒപ്പം. ഏതുപോലെ ജലസ്തു, ഞാനിരുന്നു, വലൗ അൽ ഖമരി, ചന്ദ്രവട്ടത്തിനോടൊപ്പം. അപ്പോൾ ചന്ദ്രൻ്റെ അമ്പിളിയുടെ വെളിച്ചത്തിനു കൂടെ ഞാനും ഇരുന്നു. അവിടെ അത്തുഫിൻ്റെ ഭാവമാകാൻ പറ്റില്ല. അത്തുഫാകുമ്പോൾ എന്ത് വേണം? ഞാൻ ഇരിക്കുകയും കഴിക്കുകയും ചെയ്തു എന്നുള്ള ഒരു 2 ഫീല് വേണം അവിടെ. ഇവിടെ അങ്ങനെയല്ല. ജലസ്തു, ഞാൻ ഇരുന്നത്. എപ്പോഴാണ് ഇരുന്നത്? ആരുടെ കൂടെയാണ് ഞാൻ ഇരുന്നത്?
എങ്ങനെയാ ഞാൻ ഇരുന്നത്? അപ്പൊ അതിനൊരു ഇരുത്തത്തിനെ വിശദീകരിക്കുകയാണ്. ഇരുത്തം എങ്ങനെയായി എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ്. വല്ലാഹു അൽ ഖമരി, ചന്ദ്രന്റെ പ്രകാശത്തിന്റെ കൂടെ ഞാനും ഇരുന്നു. വ ഇല്ല, രണ്ടാമത്തത് ഇല്ല. നെഹ്വു ഏതുപോലെ? ഹളറൽ ജമീഉ, എല്ലാവരും വന്നു. ഫിൽ ഹഫ്ലത്തി, സമ്മേളനത്തിൽ, മീറ്റിംഗിൽ എല്ലാവരും വന്നു. ഇല്ലൽ വസീറ, മന്ത്രി ഒഴികെ, മന്ത്രി ഒഴികെ. വയാ, യാ എന്നുള്ളത് ലി നിദാഇൽ ബഈദി, അത് ദൂരമുള്ള ആളെ വിളിക്കാനാട്ടോ യാ എന്നുള്ളത്. അടുത്തുള്ള ആളല്ല, കുറച്ച് ദൂരമുള്ള ആളെ. ബഈദ് പറഞ്ഞാൽ ദൂരെ, ദൂരെയുള്ളവൻ. നിദാ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അപ്പൊ ദൂരെയുള്ള ആളെ വിളിക്കാൻ വേണ്ടി. ഇതുപോലെ തആൽ ഹുന, ഇവിടെ വരൂ. യാ സ്വദീഖ ഹയാത്തി, എൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടുകാരാ. വിളിക്കണം. കുറച്ച് ദൂരെയാണ് അവനുള്ളത്, തൊട്ടടുത്തല്ല. അപ്പൊ അവനെ വിളിക്കുമ്പോൾ യാ എന്നിട്ടാണ് പറയേണ്ടത്. അയാ, അയാ എന്നുള്ളത് 4. അതും ലി നിദാഇൽ ബഈദി, വിദൂരത്തുള്ള ഒരാളെ വിളിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ അയാ റസൂലല്ലാഹി, കണ്ടോ? ആ യാ റസൂലല്ലാഹി ഇന്നി ഉഹിബ്ബുക, ഞാൻ അങ്ങയെ ഇഷ്ടം വെക്കുന്നു. റസൂലുള്ളാഹ് എന്ന് വിളിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയാ, ഹയാ എന്നതും ലി നിദാഇൽ ബഈദി, ബഈദിനെ വിളിക്കുന്നതിന് വേണ്ടിയാണ്. ഹയാ സാഹിബൽ ഖൈർ, ഖൈറിന്റെ കൂട്ടുകാരാ, ഖൈർ ചെയ്യുന്ന വ്യക്തി. അഖ്ബിൽ, മുന്നോട്ട് വരൂ. അപ്പോൾ ഹയാ സാഹിബൽ ഖൈർ. വ ഐ, അടുത്തത് 6ാമത്തത് ഐ ലി നിദാഇൽ ഖരീബി, അത് അടുത്തുള്ളതിനെ വിളിക്കാനാട്ടോ. തൊട്ടടുത്തുള്ള ആളെ വിളിക്കാനുള്ളതിനാണ്, അടുത്തുള്ളതിനെ വിളിക്കാനാണ് ഐ. ഐ റബ്ബസ് സമാവാതി, ആകാശങ്ങളുടെ രക്ഷിതാവേ. അടുത്തുള്ള, അല്ലാഹു അടുത്താണല്ലോ. മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇത് വെറുതെ പടച്ചതല്ല, ഇതിനൊന്നും വെറുതെ പടച്ചതല്ല. 7ാമത്തത് വൽ അലിഫുൽ മഫ്തൂഹത്തു, ഫത്ഹ് വെക്കപ്പെട്ടതായ അലിഫ്. അതും എന്തിനു വേണ്ടിയിട്ടാണ്? ലിനിദാഇൽ ഖരീബി, അടുത്തുള്ള ആളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തൊട്ടടുത്തുള്ള ആളെ വിളിക്കാനാണ്. അതിന് ഉദാഹരണം അഅബ്ദൻ, അടിമയെ. ഹല്ല ഫീ ശുഅബ, ശുഅബ എന്ന സ്ഥലത്ത് ഇറങ്ങിയ അടിമയെ. ഗരീബൻ, വിദേശിയായി, വിദേശിയായി ശുഅബ എന്ന സ്ഥലത്ത് എത്തിയ, ഇറങ്ങിയ അടിമയെ. അലുഉമൻ, ആക്ഷേപമേ, നാശമേ, ശാപമേ. ലാ അബാലക, നിന്റെ ഉപ്പ നിനക്കില്ലാതെ ആവട്ടെ. ലാ അബാലക, നിനക്ക് ഉപ്പയില്ലാതെ ആവട്ടെ. വഗ്തിറാബ, നീ നാട് വിട്ടു പോകുന്ന സമയത്തും. നീ ഇപ്പോൾ ഇവിടെ ഈ നാട്ടുകാരനല്ല, വേറെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. കവിത കേട്ടോ, അത് കവിതയുടെ ഒരു വരികളിൽ ഒരു വരിയാണത്. അപ്പോൾ നിനക്ക് വാപ്പയില്ലാതെ ആവട്ടെ, നീ നാടും വീടും ഉപേക്ഷിച്ച് മറ്റു നാടുകളിൽ വിദേശിയായി വന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വാപ്പയില്ലാതെ ആവട്ടെ, നിന്നെ ഞാൻ ശപിക്കുകയാണ്, നിന്നെ ഞാൻ ചീത്ത പറയുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വരി. അപ്പൊ ഇവിടെ നമ്മുടെ കണക്ക് എവിടെയാണ്? അബ്ദൻ, അടിമയെ എന്ന് വിളിച്ചോടുത്ത് അ എന്ന പദം വന്നു. അലിഫുൽ ഫത്ഹ് വെക്കപ്പെട്ട ഒരു അലിഫ് ശേഷമുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. വിളിക്കണം അടിമയെ, വിളക്ക് വിളിക്കൽ തന്നെ. ഈ പറയപ്പെട്ട യാ എന്നുള്ളതും അയ എന്നുള്ളതും ഹയ എന്നുള്ളതും ദൂരെയുള്ള ആളുകളെ വിളിക്കാൻ, ഐ എന്നുള്ളതും അ എന്നതും അടുത്തുള്ള ആളുകളെ വിളിക്കാൻ. അപ്പൊ 5 അങ്ങനെ 5 വിളിക്കാനുള്ളത്. ഒന്നാമത്തത് മയ്യത്തിന്റെ വാവ്, പിന്നെ ഒരു ഇല്ല എന്നുള്ളതും, ഇല്ല എന്നുള്ളത്.
ഒരു എക്സെപ്ഷൻ. അങ്ങനെ 5 വിളിക്കാനുള്ളതും അതിൽ 2 അടുത്തുള്ളതിനെ വിളിക്കാനും 3 ദൂരത്തുള്ളതിനെ വിളിക്കാനും, ഒന്ന് മഅയുടെ അർത്ഥത്തിനുള്ള വാവും മറ്റൊന്ന് എക്സെപ്ഷൻ കേസായിട്ട് വരുന്ന ഒഴികെ എന്ന അർത്ഥത്തിന് വരുന്ന ഇല്ലയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റാഫിക്ക, റഷീദ് ക, അസീസ് ക, സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, സ്ട്രക്ചറായിട്ട് അല്ല, അതിൻ്റെ ഒരു കൂടുതൽ എന്താ പറയുക സാങ്കേതികമായതിലേക്ക് നിങ്ങൾ പോണ്ട. ഇതൊരു ആമിലാണ്. ഇങ്ങനെ ഒരു ആമിൽ വന്നാൽ ശേഷമുള്ളതിലേക്ക് നസ്ബ് ചെയ്യും. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ തന്നെ വായിക്കണം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. കണ്ടോ, നമ്മളെപ്പോഴും പറയണം യാ അർഹമർ റാഹിമീൻ. പലരും യാ അർഹമുർ റാഹിമീൻ പറയും. അർഹമുർ റാഹിമീൻ തെറ്റാണ്. യാ അർഹമ റാഹിമീൻ. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉദുമുഹു. അവിടെ യാ ഖൈറ മൻ ദുഫിനത്. യാ സയ്യിദസ് സാദാത്തി. യാ സയ്യിദസ് സാദാത്തി. എപ്പോഴും കൂടുതൽ വരുന്നത് യാ എന്നുള്ളതും അങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾ പറയുമ്പോൾ മൊത്തം ആമിലുകളെ പറയണല്ലോ, അതിന് വേണ്ടിയിട്ട് മറ്റുള്ളതും കൂടി ചേർത്തതാണ്. യാ ഇബാദല്ലാഹി. യാ ഇബാദല്ലാഹി അവിടേക്കാൻ തന്നെ യാ ഇബാദ അല്ലാഹി. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇവിടെ കണ്ടങ്ങള് യാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകളെ, അഈനു നിങ്ങൾ സഹായിക്കൂ, നീ എന്നെ. ഒരു നാട്ടില് പെട്ടുപോയി, ആകെ പ്രശ്നമായി. അപ്പോൾ ഇങ്ങനെ വിളിക്കണം എന്നാ, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കൂ. അപ്പം അവിടെ ആ ഒരു ഇത് ഒന്ന് ചെയ്തത് നോക്ക് നിങ്ങൾ. യാ ഹർഫു നിദായിൻ, വിളിക്കാനുള്ള ഹർഫാണ്. ഇബാദ എന്നുള്ളത് മുനാദയാണ്. മുനാദ എന്ന് വിളിക്കപ്പെട്ടത്, അത്രേ ഉള്ളൂ. മുലാഫാണ്. അതിന് ശേഷം അല്ലാഹി എന്നുള്ളൊരു മുലാഫിലേക്ക് ഉണ്ടല്ലോ, അത് മുനാദ മുലാഫാണ്. മൻസൂബുൻ, നെസ്ബു വെക്കപ്പെട്ടതാണ്. കാരണം യാ എന്നുള്ളത് നെസ്ബു കൊടുക്കണ ആമിലാണ് യാ എന്നുള്ളത്. ബിൽ ഫത്ഹത്തിൽ ലാഹിറ, കറക്റ്റ് ലാഹിറത്തായ ഫത്ഹത്ത് കൊണ്ടാണ് നെസ്ബ്. യാ ഇബാദ. അല്ലാഹി മുലാഫുൻ ഇലൈഹിയാണ്, മജ്റൂറുൻ ബിൽ കസ്റത്തിൽ ലാഹിറ. അഈനു, അഈനു നിങ്ങൾ സഹായിക്കൂ, അത് അംറ് ഫീലാണ്. ആന യുഈനു, ഇആനത്ത് അങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഇൻ എന്നാണ് അതിൻ്റെ അംറ് വരിക. അഇൻ, അഈന, അഈനു നിങ്ങൾ സഹായിക്കുവീൻ. നീ എന്നെ, അപ്പം എൻ്റെ മഫൂലാണത്. അഈനു എന്നുള്ളതിൻ്റെ മഫൂലാണത്. എന്നെ നിങ്ങൾ സഹായിക്കുവീൻ. അത്രയുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ അതേപോലെ പറയാം. വസല മുലാഫിലെ എപ്പോഴും ജറായിരിക്കും. എപ്പോഴും മുലാഫിലേക്ക് കെസറായിരിക്കും. കെസർ മീൻസ് ജറായിരിക്കും. കെസർ ജറിൻ്റെ അടയാളമാണ്. എപ്പോഴും ഏത് മുലാഫിലേക്ക് എടുത്ത് പരിശോധിച്ചാലും. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. കണ്ടോ, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്. മാലിക്കി യൗമിദ്ദീൻ, മതത്തിൻ്റെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പം മാലിക്കി യൗമി ദീനി ഒക്കെ മുലാഫിലിയാണ്. യൗമി എന്നുള്ളത് മുലാഫിലിയാണ്, ദീൻ എന്നുള്ളത് മുലാഫിലിയാണ്, ഒക്കെ ജറാണ്. റബ്ബിൽ ആലമീൻ, ആലമീൻ എന്നുള്ളത് മുലാഫിലിയാണ്,
ലോകങ്ങളുടെ രക്ഷിതാവായ. അവിടെ ആലമീൻ, അവിടെ കസ്റത്ത് കൊണ്ടല്ല ജറ്, യാ കൊണ്ടാണ് ജറ്. അള്ളാഹുവിലേക്ക് എപ്പോഴും ജറായിരിക്കും. അത് ചില സമയത്ത് കസ്റത്ത് കൊണ്ടാവും ജറ്, ചില സമയത്ത് യാ കൊണ്ടാവും ജറ്, ചില സമയത്ത് കാണൂല, സങ്കല്പിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. വസല, ആദ്യം ഒന്നാമത്തെ നോക്ക് നിങ്ങള്. വസല ജമീഉൽ അഅ്ളാഇ, എല്ലാ മെമ്പർമാരും എത്തി. ഇല്ല റഈസ, നേതാവ് ഒഴികെ. എല്ലാ അംഗങ്ങളും എത്തി, ആരൊഴികെ? നേതാവ് ഒഴികെ. വസല ഫിഅ്ലു മാദി, ജമീഉ അതിൻ്റെ ഫായില്, അൽ അഅ്ളാഇ മുദാഫുൻ ഇലൈഹി, ഇല്ല നമ്മളിപ്പോൾ പഠിച്ച നസ്ബ് ചെയ്യുന്ന ആമില്, അർ റഈസ ഇസ്മ് നസ്ബ് ചെയ്യപ്പെട്ടത്, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെയൊക്കെയാണ് തന്നെ. അയാ ഉമ്മ കുൽസൂമിൻ, ഉമ്മു കുൽസൂമേ അഇദ്ദീ ലനാ തുആമൻ, ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കൂ. അയാ ഉമ്മ, ഉമ്മ കുൽസൂം, ഉമ്മു കുൽസൂം, ഉമ്മി കുൽസൂം, അങ്ങനെ മൂന്നും വായിക്കാം. പക്ഷെ അയ എന്ന് വന്നാൽ അതിനുശേഷം വന്നതുകൊണ്ട് ഉമ്മ എന്നേ വായിക്കാവൂ. ഹയാ റജുലൻ, മനുഷ്യ, അൻഖിദ്നി എന്നെ രക്ഷപ്പെടുത്തൂ. ഐ ബുനയ്യ എൻ്റെ പൊന്നു മോനെ, ലാ തഖ്തുൽ വഖ്തക നിന്റെ സമയത്തെ നീ കൊന്നു കളയരുത്. അപ്പോൾ ഐ ബുനയ്യ, അടുത്ത കുട്ടിനെ വിളിക്കുക, എൻ്റെ മോനെ. ക്ലിയർ അല്ലേ? യാ ബുനയ്യ എന്ന് വെച്ചല്ലേ. ഇത് അതിൻ്റെ മീനിങ് ഒരു 90% എന്താണ്, അങ്ങനെ തന്നെ വരിക. അത് 90%, അത് ഒരു ഏകദേശം ഒരു നിയമം പറയുമ്പോൾ, ഒരു പൊതുവായൊരു കാര്യം പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടാവും, അതങ്ങനെ വരും. ഏതൊരു നിയമം വന്നാലും അതിനൊരു പഴുതുണ്ടാവില്ല. അതും യാ ബുനയ്യ എന്നുള്ളത് കുറച്ച് തൊട്ടടുത്ത് വേണമെന്നൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളവരും വിളിക്കാമല്ലോ യാ ബുനയ്യ. പിന്നെ ഗൗരവത്തിൽ ഉപദേശം മറ്റോടത്ത് ഇപ്പോൾ മറ്റേ യാ എന്നുള്ളടത്ത് കുറച്ച് നമ്മൾ കേൾക്കണ പരിസരത്തുള്ള ആളെ അങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മൾ ശബ്ദം കേൾക്കണ പരിസരത്തുള്ള. പിന്നെ യാ എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും എന്താണെന്നറിയോ, ഒരു ബഹുമാനമല്ലാത്തൊരു വിളി എന്നുള്ള രൂപത്തിലാണ് വരിക യാവർ. അത് യാ അയ്യുഹ എന്ന് വരുമ്പോൾ എന്തായി പ്രത്യേകത വന്നു. ഇപ്പോൾ നമ്മുടെ ഗസാലി ഇമാമിന് 2 കിതാബുണ്ട്. യാ വലത് എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്, അയ്യുഹൽ വലത് എന്ന് പറഞ്ഞൊരു കിതാബ്. അയ്യുഹൽ വലത് എന്ന് പറഞ്ഞ കിതാബ് ഗസാലി ഇമാമിനോട് ഒരു പഠിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയ ഒരാൾ, ഒരു ശിഷ്യൻ, എനിക്ക് കുറേ പഠിച്ചു, നിങ്ങളെടുത്ത് ഒരു 10-15 കൊല്ലത്തോളം ഞാൻ താമസിച്ചില്ലേ, പഠിച്ചില്ലേ, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ബഹുമാനിച്ച് എഴുതിയതാണ് അയ്യുഹൽ വലതു എന്ന് പറഞ്ഞ കിതാബ്. യാ വലതുണ്ട്, പഠിച്ചാതെ പോയ, അതിന് അവസരം കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്ത ആൾക്ക് യാ വലത്. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവത്തിനും ഒരു പേടിപ്പിക്കാനും, പിന്നെ ചില സമയത്ത് അടുത്തുള്ളവരെ അകന്ന് ഉള്ള രൂപത്തിലൊക്കെ വിളിക്കൂട്ടോ. അപ്പം നമ്മൾ പറയില്ലേ അവര്, പെണ്ണുങ്ങൾ എന്താ വിളിക്കുക, സുഹേൽ സാറെ വൈഫ് എന്താ വിളിക്കുക, നിങ്ങൾ എന്ന് വിളിക്കൂലേ. ഓല് എന്ന് പറയും. ഓല് അതായത് എന്താ, ഓല് പറഞ്ഞാൽ അവര് എന്നാണ്. അപ്പോൾ അത് നമ്മളെ ബഹുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അത് ചിലപ്പോൾ നമ്മളെ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ദാലിക്ക എന്ന് പറഞ്ഞൊരു ബഹുമാന സൂചകമാണ്.
അത്രയും സ്ഥാനമുള്ള, കണ്ണിന് മുമ്പിലുണ്ടെങ്കിലും, മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും, മുമ്പിലൊരു ഖുർആൻ കാണുന്നുണ്ടെങ്കിലും, പക്ഷെ വലിയൊരു മഹത്തരമായ ഒരു സ്ഥാനത്താണ് ഉള്ളത് എന്ന് കാണിക്കാൻ എനിക്ക് ചിലപ്പോൾ അടുത്തുള്ള ആളാണെങ്കിലും നമ്മൾ ദൂരമുള്ള ആളാക്കിയിട്ട് നിന്ദിക്കാൻ വേണ്ടി പറയട്ടോ, അവനെ കൊച്ചാക്കാൻ വേണ്ടിയും പറയും. അങ്ങനെ പല പല രൂപത്തിന് വേണ്ടിയും പലതും ഉപയോഗിക്കും. അത് നമ്മൾ മാനി എന്ന് പറഞ്ഞ കിതാബിൽ അത് പഠിക്കും. നമ്മുടെ ആശയങ്ങൾ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് പല ആശയങ്ങളും പറയാൻ വേണ്ടിയിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടാവും. കേൾക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടി വരും. ചിലപ്പോൾ ഗൗരവത്തിൽ ചില വിഷയങ്ങൾ പറയേണ്ടി വരും. നബി തങ്ങളുടെയൊക്കെ ശൈലി അങ്ങനെ ആയിരുന്നല്ലോ. ചിലപ്പോൾ 3 തവണ പറയും, ചിലത് ചിലപ്പോൾ മറ്റാ ഹിജറ പോയ സമയത്ത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഉദ്ദേശിച്ചുകൊണ്ട് ഹിജറ പോയ ആള് അവർക്ക് ആ കൂലി കിട്ടും. വല്ല കച്ചവടത്തിനോ വല്ല ആവശ്യത്തിനോ വിവാഹം കഴിക്കാനോ പോയ ആള് അവർക്ക് അത് കിട്ടും, പോയ ആവശ്യത്തിനുള്ളതാണ് എന്നുള്ള രൂപം പറഞ്ഞത്. അവിടെയൊക്കെ ശരിക്കും ആളെ പേരും സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പക്ഷെ അത് പറയാത്തത് അവിടെ ഇപ്പോൾ ഉദ്ദേശം എന്തേ ഉള്ളൂ, അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നേ ഉള്ളൂ. അപ്പം അതേ രൂപത്തിൽ നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തയും ഒക്കെ ശരിയാവാനും ഒക്കെ വേണ്ടിയിട്ട് പല ഉപയോഗങ്ങളും പ്രയോഗങ്ങളും ഉണ്ട്. ഒന്നും ഇപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ചർച്ച ഈ പറയപ്പെടുന്ന 7 അക്ഷരങ്ങൾ ശേഷമുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഷാഫി എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഷാഫി ഇവിടെ ഓക്കെ ഓക്കെ. ആ ഷമീർ അലിക്ക് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങള് ഓക്കെ. ഇത് കൂടി ഒന്ന് പറയാം. നമ്മൾ കുറച്ച് മീസാനിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു പദം നവാസിബുൽ മുലാരി, മുലാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. മുലാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചാൽ ആദ്യം ഇതാണ്. അൻ നദ്റുസ, ദറസ യദുറുസു, യദുറുസു യദുറുസാനി യദുറുസൂന എന്നാണ് നമ്മൾ മുലാരിയായ ഫീല് റഫായിട്ട് ലമ്മായിട്ട് കൊടുക്കല്. യദുറുസു യദുറുസാനി. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, അൻ നദ്റുസ, അൻ നദ്റുസ, ആ റഫ് മാറ്റിയിട്ട് ഫതഹത്ത് കൊണ്ട് നസ്ബ് കൊടുത്തു. അൻ എന്ന അക്ഷരം വന്നപ്പോൾ. രണ്ടാമത്തെ നമ്മൾ കേട്ടതാട്ടാ, ലയ്യൻജഹ. അവിടെ ലയ്യൻജഹ നമ്മൾ ലയ്യളിരിബ, ലയ്യഫ്അല, ലയ്യജ്ലിസ, ലയ്യൻസുറ എന്നൊക്കെ പഠിച്ചത്. ലൻ ലൻ ലന്ന് വരുമ്പോൾ മീസാനിൽ അതും മുലാരിയായ ഫീലിക്ക് നസ്ബ് ചെയ്യുന്ന ആമിലാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം പറഞ്ഞില്ല അല്ലേ? യജിബു അലൈന, നമുക്ക് നിർബന്ധമാണ്, അന്നദ്റുസ, നാം പഠിക്കൽ, അൽ ലുഗത്തൽ അറബിയത, അറബി ഭാഷ നാം പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അൻ നദ്റുസ. മറ്റോടത്ത് നോക്ക്, ലയ്യൻജഹ, ഒരാളും അഹദുൻ, ഒരാളും വിജയിക്കൂല, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളും വിജയിക്കൂല, ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ.
ഭക്തി കൊണ്ടല്ലാതെ. അള്ളാന്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ തഖ്വ കാണിച്ച് ജീവിക്കുക തന്നെ വേണം. അപ്പോൾ ലൈ യൻജഹ, യൻജഹു എന്നാണ് ഉണ്ടാവുക. ലന്ന് വന്നപ്പോൾ അതിൻ്റെ റഫ് മാറിയിട്ട് ലൈ യൻജഹ. അടുത്തത് കൈ, കൈ എന്നുള്ളത് നെഹ്വു ഉണ്ടാ. അദുറുസു ഞാൻ പഠിക്കുന്നു, അൽ അറബിയത അറബി ഞാൻ പഠിക്കുന്നു, കൈ അഫ്ഹമ കണ്ട, അഫ്ഹമു, ഫഹിമ യഫ്ഹമു, യഫ്ഹമു യഫ്ഹമാനി യഫ്ഹമൂന, തഫ്ഹമു തഫ്ഹമാനി എന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ അഫ്ഹമു നഫ്ഹമു എന്നാ വരിക. അപ്പൊ കൈ വന്നപ്പോൾ കൈ അഫ്ഹമ ഞാൻ മനസ്സിലാക്കാൻ, മഅനിൽ ഖുർആനിൽ കരീം കരീമായ ഖുർആനിൻ്റെ ആശയങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാൻ അറബി പഠിക്കുന്നു. വ ഇദൻ നാലാമത്തത് ഇദൻ നെഹ്വു ഇദൻ തനാല റുതുബത്തല്ലൂല എന്നാൽ അന്നേരം ഒന്നാം റാങ്ക് നീ നേടും. നാല യനാലു, യനാലു യനാലാനി യനാലൂന, തനാലു തനാലാനി യനൽന, തനാലു ആ തനാലു ആണ്. ഇദൻ എന്ന് വന്നപ്പോൾ ഇദൻ തനാല അർറുത്ബത്തൽ ഊല ഒന്നാം റാങ്ക് ആ സമയത്ത് നീ നേടുന്നതാണ്. അപ്പോൾ അൻ ലൻ കൈ ഇദൻ നാലെണ്ണം. അൻ ലൻ കൈ ഇദൻ ഈ നാലെണ്ണം മുളാരിയായ ഫിഇലിന്റെ മുമ്പിൽ വരുന്നാൽ മുളാരിയായ ഫിഇലിക്ക് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ 34 4 38. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും അസീസ് കാ, റഷീദ് കാ. അന്ന് പറഞ്ഞാൽ ഒരു ശേഷമുള്ളതിനെ ഒരു മസ്ദറായിട്ട്, ഒരു കർമ്മമായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. യജിബു നിർബന്ധമാണ്, അലൈന നമ്മുടെ മേൽ, അന്നദുറുസ നമ്മൾ പഠിക്കൽ, നദുറുസു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്നു എന്നാണ്. നദുറുസു ഞങ്ങൾ പഠിക്കുന്നു, അന്നദുറുസ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കൽ. അപ്പൊ അതിന്റെ ഒരു മസ്തറിന്റെ അർത്ഥം വരും. ദറസയദുറുസു ദർസൻ, ദറസയദുറുസു ദർസൻ ഫഹുവ ദാരിസുൻ. ആ ദർസൻ എന്നുള്ള അർത്ഥം വരും അന്ന് വരുമ്പോൾ. ലൻ വരുമ്പോൾ ഒരിക്കലും ചെയ്യൂല. ലൈ യൻജ അഹദുൻ ഒരാളും വിജയിക്കൂല, ഒരാളും വിജയിക്കൂല, നെഗറ്റീവ് അർത്ഥം വരും. പിന്നെ കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നർത്ഥം. കൈ അഫ്ഹമ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി. ഇതെന്ന് പറഞ്ഞാൽ അന്നേരം, അന്നേരം തനാലൽ റുതു. അതെ ഈ വരുമ്പോഴും ചില സമയത്ത് നെസ്ബ് ചെയ്യും, പക്ഷെ അവിടെ അന്ന് മറന്നിട്ടുണ്ടാവും, അന്ന് മറഞ്ഞു. ലി അൻ എന്നുള്ള അർത്ഥം വരും. ലി അൻ എന്നുള്ളൊരു അന്ന അവിടെ കളഞ്ഞു പോയിട്ട് അങ്ങനെയും ശേഷമുള്ള മുദാരിഅ നെസ്ബ് കിട്ടും. ലിയഫ് അല ഇദൻ തനാല റുത്ബത്തൽ ഊല. റുത്ബത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാം റാങ്ക്, ഒന്നാം സ്ഥാനം. അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊരാൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അന്നാ അനക്ക് ഒന്നാം റാങ്ക് കിട്ടും. നമ്മളോട് പറഞ്ഞ ആളായിട്ട് മറുപടി പറയുമ്പോൾ ഇതൻ തനാല റുത്ബത്തുൽ ഊല, അങ്ങനെ പറഞ്ഞത് റെഡി ആണെങ്കിൽ ഒന്നാം റാങ്ക് എനിക്ക് കിട്ടും. ഈ പറയപ്പെട്ട അന്നേരം, അസമയം എന്നൊക്കെ അർത്ഥം ഇതെന്നത്. ഈ പറയപ്പെട്ട 4 പദങ്ങൾ മുളാരിയായ ഫിഇലിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്. ക്ലിയർ അല്ലേ സുഹൈൽ സാറേ? ഓക്കെ അല്ലേ? നവാസിബുൽ മുളാരി മിൻഹാ വമിൻഹാ 100 ആമിലുകളിൽ പെട്ടതാണ് ഹുറൂഫുൻ ചില ഹർഫുകൾ, തൻസിബു അവകൾ നസ്ബ് ചെയ്യും, അൽ ഫിഇലൽ മുളാരിഅ മുളാരിയായ ഫിഇലിനിക്ക് നസ്ബ് ചെയ്യും,
അങ്ങനെയുള്ള ചില ഹർഫുകൾ 100 ആമിലുകളിൽ പെട്ടതാണ്. വഹിയ അർബഅത്തുൻ, അത് 4 എണ്ണമാണ്. അൻ നഹ്വു യജിബു അലൈനാ അൻ നദ്റുസൽ ലുഗത്തൽ അറബിയ്യത. വലൻ രണ്ടാമത്തെ ലന്നാണ്. നഹ്വു ലൻ യൻജഹ അഹദുൻ ഇൻദല്ലാഹി ഇല്ലാ ബിത്തഖ്വാ. മൂന്നാമത്തത് വകൈ, കൈയാണ് നഹ്വു. അദ്റുസു അൽ അറബിയ്യത കൈ അഫ്ഹമ മആനിയൽ ഖുർആനിൽ കരീം. വ ഇദൻ നാലാമത്തത് ഇദനാണ് നഹ്വു. ഇദൻ തനാല റുത്ബത്തൽ ഊലാ. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ എവിടെയെങ്കിലും? യെസ്. ഷാഫി ഓക്കെ അല്ലേ? ഇവിടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് തോന്നുന്നു. ഫറൂഖ് ഭായ് ക്ലിയർ അല്ലേ? നാളെ ഈ 38 ചോദിക്കാല്ലേ? നാളെ ചോദിക്കാതെ മറ്റൊന്ന് ചോദിക്കും. നാളെ മാഷറ എന്ന് പറയില്ലേ? നാളെ മഹിഷറയിൽ വന്ന നാളെ മറ്റൊന്നൊക്കെ ആവാം. ഈ നാളിനെ ഓക്കെ അല്ലേ? അൻ ലൻ കൈ ഇതൻ. മറ്റേത് എളുപ്പമാണ്. അതിന് ബൈത്ത് ഉണ്ട് അല്ലേ? ബൈത്ത് പാടിത്തരാം. ഏഴർഫുകൾ ലിസ്മിന് ഇതാ വരിയിലുണ്ട് കേട്ടാ. നമ്മൾ ഫോട്ടോ എടുത്ത് വിട്ടയിലുണ്ടേ. ഏഴർഫുകൾ ലിസ്മിന് നസ്ബേകുന്നതാ വാവും വ ഇല്ല യാ അതിൽ ഉൾപ്പെട്ടതാ. ഏഴർഫുകൾ ലിസ്മിന് നസ്ബേകുന്നതാ വാവും വ ഇല്ല യാ അതിൽ ഉൾപ്പെട്ടതാ. അവിടെ എങ്ങനെയും പാടാം. യാ അതിൽ ഉൾപ്പെട്ടത് അങ്ങനെയും പാടാട്ടോ. രീതി ശരിയാവണമെങ്കിലേ ഏഴർഫുകൾ ഇസ്മിന് നസ്ബേകുന്നതാ വാവും വ ഇല്ല യാ അതിൽ ഉൾപ്പെട്ടതാ. അയാ ഹയാ ഐ എന്നതും ചേർക്കേണ്ടതാ. ഫത്ഹുള്ള അലിഫാൽ 7 നേടി പൂർണ്ണത. അപ്പോ അയാ ഹയാ ഐ എന്നതും ചേർക്കേണ്ടതാ. ഫത്ഹുള്ള അലിഫാൽ 7 നേടി പൂർണ്ണത. 2 വരിയില് ആ 7 പറഞ്ഞു. ഇനി അടുത്തത് നോക്ക്. ഇപ്പൊ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു. മുളാരിഇൽ 4 ഹർഫ്. മുളാരിഇൽ രീതി വെക്കുന്നില്ലല്ലോ. മുളാരിഇൽ 4 ഹർഫ് നസ്ബ്. മുളാരിഇൽ 4 ഹർഫ് നസ്ബേകുന്നത. 4 ഹർഫ് എന്ന് പറയരുതേ. 4 ഹർഫ് എന്ന് പറഞ്ഞു. ശരി. മുളാരിഇൽ 4 ഹർഫ് നസ്ബേകുന്നത. അൻലൻ വ കൈ പിന്നെ ഇതൻ 4മതാ. അൻലൻ വ കൈ പിന്നെ ഇതൻ 4മതാ. ഒറ്റ വരിയില് അത് കഴിഞ്ഞു. മുളാരിഇൽ 4 ഹർഫ് നസ്ബേകുന്നതാ. അൻലൻ വ കൈ പിന്നെ ഇതൻ 4മതാ. 4 ഹർഫ് 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 4 ഹർഫ്
ഈ നാളെ പറയേണ്ടത്. അഞ്ചക്ഷരം മൂലാരിൽ ജസ്മേകിടും, അഞ്ചക്ഷരം മൂലാരിൽ ജസ്മേകിടും, ഇല്ലം വലമ്മ എന്നിവ അവയിൽ പെടും. നാലാമതായി അംറിന്റെ ലാമും പിന്നെ നഹിയന്റെ ലാ അഞ്ചാമതായി വന്നേ. അഞ്ചക്ഷരം മൂലാരിൽ ജസ്മേകിടും, ഇല്ലം വലമ്മ എന്നിവ അവയിൽ പെടും. നാലാമതായി അംറിന്റെ ലാമും പിന്നെ നഹിയന്റെ ലാ അഞ്ചാമതായി വന്നേ. പൊന്നേന്നാക്കിയൊരു മതിട്ടാ. പിന്നെ എന്നുള്ളടത്ത് മറ്റു ലാസ്റ്റിലെ അഞ്ചാമതായി പൊന്നെ. സാറേ പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോഴും പാടിയാൽ മതി. പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ പാടിയാൽ മതി. പറയാം പൊന്നെ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ നോക്കിയാൽ മതി. അപ്പോൾ ഓൽക്കൊരു റാഹത്തായിക്കോളും. അതൊന്ന് പാടി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ പാടിയിട്ടില് ചിലപ്പോൾ ഇതിങ്ങനെ ഒരു കുറെ കാണുമ്പോഴേ കുറെ വരികൾ ഇപ്പോൾ 4-5 ഇതിപ്പോ എത്രയാണ് 7 വരിയോ 8 വരിയോ ഒക്കെ ഉള്ള ഇതാണ് ഒറ്റ ഇതിൽ ചുരുക്കുന്നത്. അപ്പൊ നമ്മളെ മനസ്സിൽ നിന്ന് അത് മാറൂല. പിന്നെ പാട്ട് ചില ആളുകൾക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറക്കൂല്ലോ.